ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 20ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. മിഡ് വീക്ക് എവിക്ഷൻ എന്ന പ്രഹസനമില്ലായിരുന്നെങ്കിൽ കലാഭവൻ സരിക, ശാരിക KB, നമ്മുടെ RJ ബിൻസിക്ക് മുന്നേ പോകേണ്ടിയവരായിരുന്നു എന്ന് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കലാഭവൻ സരിക പോയി. അതിനുള്ള കാരണം എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പം സപ്പോർട്ട് ചെയ്യലാണ്, കൂടുതലായിട്ട് നമ്മുടെ അക്ബറിനെ. ഈ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇന്ന് എവിക്ഷൻ ഇല്ലാത്തവരെ, ഈ ആഴ്ച എവിക്ഷൻ ഇല്ലാത്തവരെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ മേ ബി കലാഭവൻ സരിക അവിടെ നിന്ന് പോയനെ. പുള്ളിക്കാരിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. ആദ്യമൊക്കെ കുറച്ച് കുശുമ്പും കുന്നായ്മയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പുള്ളിക്കാരി വീട്ടിലുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഈ മുൻഷിച്ചേട്ടൻ ആദ്യത്തെ വീക്കിൽ തന്നെ പോയപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ നിൽക്കാനുള്ള ചാൻസ് കുറവാണ് എന്ന്. മേ ബി അതുകൊണ്ടായിരിക്കാം നമ്മുടെ കലാഭവൻ സരിക പോയത്. പിന്നെ ഇന്ന് നടന്ന നമ്മുടെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളിലേക്ക് വരാം. നമ്മുടെ അക്ബറിന്, ഒനീലിന്, അഭിലാഷിന് അവരുടെ ചൂടാവുന്നത്, അവരുടെ പിന്നെ എന്താ പറയുക, ഹീറ്റിംഗ് പ്രോബ്ലത്തിന് ലാലേട്ടൻ ഒരു നല്ല രീതിയിലൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അക്ബറിൻ്റെ ഉമ്മാനെ കൊണ്ട് സംസാരിപ്പിച്ചു. അക്ബർ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. അതിനുശേഷം എനിക്ക് നല്ലൊരു കോമഡി ആയിട്ട് തോന്നിയത് ആര്യൻ്റെ കാര്യമാണ്. 5 നിലപാടാണ് പിന്നെ ധൈര്യശാലികൾ എന്ന മറ്റേ മണിപ്പുര ടാസ്കിൽ പിന്നെ നമ്മുടെ ആര്യൻ പറഞ്ഞത്. അതിനെ ഇങ്ങനെ അക്കമിട്ട് കാണിക്കുകയും പിന്നെ ലാലേട്ടൻ്റെ വക നല്ലൊരു കളിയാക്കൽ കിട്ടുകയും ചെയ്തു. ആ 3ാമത്തെ പെട്ടിയിൽ എന്താണ് എന്ന് തുറന്നു നോക്കാൻ പോലും നിങ്ങൾ പിന്നെ കണക്കൂട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാണ്. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് ഒരു ട്രിമ്മറും പിന്നെ ഒരു കത്തുമായിരുന്നു 1000 പോയിൻറ്റ്സിൻ്റെ. അവരതുപോലും ചെയ്തില്ല. നിങ്ങളെക്കൊണ്ട് ചെയ്യിക്കില്ല എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അതുപോലും തുറന്നു നോക്കാതെ അത് ലാലേട്ടൻ അവർക്കവിടെ കൊണ്ട് കൊടുക്കുകയും പിന്നെ നമ്മൾ ആര്യനോട് പിന്നെ പെട്ടി തുറന്നു നോക്കാൻ പറയുകയും, പെട്ടി തുറന്നപ്പം അതിൻ്റെ അകത്തൊരു ട്രിമ്മർ ഉണ്ടായിരുന്നു. അത് പിന്നെ ആര്യനോട് യൂസ് ചെയ്തോളാൻ പറഞ്ഞു. ആര്യനോട് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ അതിന് ചാർജർ ഇല്ലാത്ത ആയിരുന്നു. താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ആര്യം വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു കൗണ്ടർ മറുപടി കൊടുത്തിട്ടുണ്ട്. തലമുടി മൊട്ടയടിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തില്ല, പിന്നെ നിനക്ക് താടി അടിക്കാൻ ഞാനിത് നിനക്ക് തരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞത്. അത് നല്ലൊരു കൗണ്ടറായിരുന്നു ആ സമയം. സോ ഇതൊക്കെയാണ് മെയിൻലി സംഭവിച്ചത്. പിന്നെ ഗെയിമുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അത്രയൊക്കെയാണ് സംഭവിച്ചത്. പിന്നെ ഇവരുടെ പിന്നെ വൃത്തിയെക്കുറിച്ച് ലാലേട്ടൻ അവരുടെ സ്ഥലത്ത് വന്നിട്ട് നോക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് പോയി. അത് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ ദിവസം ഇത്രയൊക്കെയാണ് നടന്നത്. എവിക്ഷനൊക്കെ ടപ്പേ എന്നായിരുന്നു. നാളെ എന്താവും, നാളെ എവിക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എവിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എവിക്ഷൻ ഉണ്ടെങ്കിൽ ശൈത്യ, ശാരിക KB ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും പോവുക എന്നെൻ്റെ മനസ്സ് പറയുന്നു. നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.